അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാമോ? ചെയ്യാം. വെറുതെ ഞാൻ ചെയ്യില്ല. പിന്നെ കാശ് തരണോ? തരുവോ? ഇല്ല, അത് ചാനൽ പിന്നെ എന്തിനാ കാശ് തരുമോന്ന് ചോദിച്ചത്? വയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു. താനിക്കടെ ഇന്നൊരു 10 രൂപ കിട്ടിക്കഴിഞ്ഞാ എനിക്ക് വയ്യ. 10 കൊടുക്കാറില്ല. പിന്നെ പിന്നെ എത്ര കൊടുക്കാം? 1 2 1 2 അല്ലേ? അതായാലും മതി. പരിപാടി തുടങ്ങുന്നത് വെറുതെ തുടങ്ങില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ചുമ്മാ പാർവതി ഷട്ടർ തുറക്കില്ല, ഷട്ടർ തുറക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ പണി വരും എന്ന് പറഞ്ഞിരുന്നോ? പരിപാടി പറഞ്ഞായിരുന്നല്ലോ ചേച്ചി, പറഞ്ഞിരുന്നോ? അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഹരിക്കുള്ള ഒരു കൊട്ടാണെന്നാണ് അല്ലേ? അധികം ഒരു ഇത് വേണ്ട, എനിക്ക് കിട്ടും പണി വരും. മറന്നിരിക്കുന്നത് ഞാൻ മറക്കില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ പേടിപ്പിക്കാതെ. എന്താ സംഭവം? എന്തോ അല്ല, വന്നപ്പോ തൊട്ടേ ഇങ്ങനെ നമ്മള് ഹരിച്ചേട്ടന്റെ ഓരോ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കും. എനിക്ക് ടെൻഷൻ ആവണു, ജഡ്ജ്മെന്റ് ആദ്യമായിട്ടാണ്. പിന്നെ ഈ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന പോലത്തെ കഥകളൊക്കെ, ഞാൻ കല്ലും മുള്ളും ചവിട്ടി വന്ന വഴികളൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോ ആ ഒരു വഴിയുടെ ചെറിയൊരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ വന്ന വഴിയുടെ എന്റെ ഏതോ ഒരു വഴിയുടെ ഫോട്ടോ. ഏത് വഴി കാണാം നമുക്ക്? ആ വഴി, ആ വഴി ഒന്ന് കാണിച്ചു കൊടുക്കോ? കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കേട്ടോ ഞാൻ. എന്തുവാടെ? പേടിക്കണ്ട. നമസ്തേ, എന്റെ പേര് ഹരിശങ്കർ. സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ എന്തൊരു നല്ല കുട്ടി. ശബ്ദമരാളങ്ങളെ സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ. Wow. What a happy frame. ഹാപ്പി ഫ്രെയിംസ്. എനക്കുള്ള പണി ഞാൻ തന്നിരിക്കും. എടാ ഹരി, ഇത് ഞാൻ അവളെ വെറുതെ വിടരുത് കേട്ടോ. വെറുതെ വിടരുത്. ഇല്ല ഒരു ദിവസം രാവിലെ 6 മണിക്ക് ഷട്ടർ ഉറക്കുക. ഞാൻ നോക്കട്ടെ എന്താ ഇടാൻ പോകുന്നതെന്ന്. ഞാൻ കുറച്ച് ശ്രദ്ധിക്കണം സംസാരിക്കും. ആ ട്രോഫി വാങ്ങുന്ന സീൻ കണ്ടോ? എനിക്ക് ചിരി വന്നു. ഞാൻ എന്തൊക്കെ പാവാ ചെറിയ പ്രായത്തിൽ മുട്ടുകുത്തി നിന്ന് പാടുന്നു, എല്ലാവരുടെ അടുത്തുനിന്നും അവാർഡ് മേടിക്കുന്നു. പാവായിരുന്നല്ലേ ഞാൻ? അന്നേ വലിയ ആളാ. വലിയ ആളൊന്നല്ല, ഞാൻ പറയായിരുന്നു. വഴി വെട്ടി വന്നതിന്റെ ആ വീഡിയോസ് കാണുമ്പോഴേ കഷ്ടം തോന്നുന്നു. എങ്ങനെ ഉണ്ടായി? സൂപ്പർ ആയിരുന്നോ? സന്തോഷമായി. ഇനി അല്ല, എനിക്ക് ഈ ഒരു അവസരത്തില് തിരിച്ചൊരു അമ്പ് അങ്ങോട്ട് ഞാൻ തന്നില്ലെങ്കിൽ മോശമായിരിക്കും. കാണുന്നവരുമായിരിക്കും ഞാൻ എല്ലാം ഏറ്റു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കൊടുക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരുടെയും കണ്ണിൽ ഹരി വല്ലാതെ ഭയങ്കര മോശമായി പോകും. വേണോ തിരിച്ചൊരു? അല്ലല്ല, നിക്ക് ഇതെന്നോട് പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഹരി സൂപ്പർ സ്റ്റാർ വേണ്ട വേണ്ട അതങ്ങ് പ്രദർശിപ്പിച്ചോളൂ. വേണ്ടേ? വേണം. ഓക്കെ, എന്നാ പോരട്ടെ. വേണം. എനിക്കിപ്പോ എന്താന്ന് കാണാനുള്ളൊരു ആകാംക്ഷ, ടെൻഷന്. വലിയ വ്യത്യാസമൊന്നുമില്ല. അതെ. Moves. Graceful moves. ഇതിലും ഭേദം എന്റെ കുട്ടിക്കാലം തന്നെ കേട്ടോ. എത്രയോ നല്ല കുട്ടിക്കാലമായിരുന്നു എനിക്കിപ്പോ മനസ്സിലായി. ഇതെന്തായിരുന്നു? ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ അമ്മ എവിടെ? ഹാപ്പി ആയ? നല്ല ഹാപ്പി. ഞാൻ അതിലും ഹാപ്പി. ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. എനിക്ക് ആ ഷോക്ക് മാറുന്നില്ല. നമുക്ക് രാവിലെ അലാമൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഐറ്റം. അവള് വീണ്ടും വന്നു. ഓക്കെ, അപ്പൊ തിരിച്ച് അങ്ങോട്ട് പണി കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുന്ന എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഇതുകൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ല. ഷാനക്കയുടെ ഒക്കെ കൊച്ചിലത്തെ ഇതുപോലത്തെ കൊണ്ടുവരും കേട്ടോ. ഹരിജിയുടെ ഒക്കെ വേണം. എല്ലാവരുടെയും കുട്ടിക്കാലമൊക്കെ കാണണം. എന്റെ മാത്രമായിട്ട് പണി. അതൊരു ചെറിയൊരു തുടക്കം. അതായത് ജഡ്ജായിട്ട് വന്നിരിക്കല്ലേ, അപ്പൊ അതിന്റെ ഒരു സന്തോഷം നമ്മൾ തുടങ്ങി വെച്ചതാ. എന്നാലും എന്റെ സാധനം എങ്ങനെയുണ്ടായിരുന്നു? എന്റെ ഈ സ്റ്റെപ്പ് അതായിരുന്നു ഹൈലൈറ്റ്. എന്തായാലും ഒരു ഡാൻസും ഒരു പാട്ടൊക്കെ കണ്ടതിന്റെ സന്തോഷത്തിൽ നമുക്ക് വേഗം തന്നെ പരിപാടി തുടങ്ങാം. നല്ല കാര്യമായിരിക്കും അല്ലേ?